ഇറാനുമായുള്ള സംഘർഷം ചെലവേറിയതും പരിഹാരമില്ലാത്തതുമായ ഒരവസ്ഥയിൽ തുടരുന്നു എന്നുള്ളത് അമേരിക്ക മനസ്സിലാക്കിയ വളരെ കൃത്യമായ ഒരു യാഥാർത്ഥ്യമാണ്. യുക്രൈൻ മുതൽ ഗാസ വരെയുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരമാകാത്തതിനാലും നവംബറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന പ്രസിഡന്റ് ട്രംപിൻ്റെ വിദേശ നയ അജണ്ട സ്തംഭനാവസ്ഥയിലാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. സമാധാനം സ്ഥാപിക്കുന്നയാൾ ആകുമെന്ന് വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞ വർഷം അധികാരത്തിൽ തിരിച്ചെത്തുകയും അന്താരാഷ്ട്ര സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുന്നത് തൻ്റെ രണ്ടാം ടേം അജണ്ടയുടെ പ്രധാന ഭാഗമാക്കുകയും ചെയ്ത ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഈ തിരിച്ചടികൾ ഏറെ ശ്രദ്ധേയവും ചർച്ചയ്ക്ക് വിധേയവുമാണ്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോടും അമേരിക്കയുടെ സഖ്യകക്ഷികളോട് പോലും ട്രംപിന് വല്ലാത്ത അക്ഷമയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇസ്രായേലിനെതിരെയൊക്കെ ട്രംപ് നടത്തുന്ന, അതുപോലെ നെതന്യാഹുവിനെതിരെയൊക്കെ ട്രംപ് നടത്തുന്ന വലിയ തോതിലുള്ള അക്ഷമയുടെ പല വിധത്തിലുള്ള ചേഷ്ടകളൊക്കെ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ഫോണിൽ തെറി വിളിക്കുന്ന തരത്തിലേക്ക് പോലും ട്രംപ് തരം താഴ്ന്ന പശ്ചാത്തലം ഇതുകൊണ്ടൊക്കെയാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന, നിരീക്ഷിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് പറയുന്നത്. വിദേശ നയ വിഷയങ്ങളിൽ തന്നെ സമ്മർദ്ദത്തിലാക്കിയ മാധ്യമപ്രവർത്തകരോട് പോലും അദ്ദേഹം അതിരൂക്ഷമായി പ്രതികരിക്കുകയാണ്. കൂടാതെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി ഇറാനുമായി ചർച്ച നടത്തുന്ന ഒമാനെതിരെ ബോംബ് ആക്രമണം നടത്തുമെന്ന ഭീഷണി പോലും അദ്ദേഹം ആവർത്തിക്കുന്നു. ഓർക്കണം, ഒമാൻ അമേരിക്കയുടെ ദീർഘകാലമായുള്ള സഖ്യകക്ഷിയാണ്, ഒരു ക്ലോസ് അലൈയാണ്. ഒമാനെതിരെ പോലും ട്രംപിൻ്റെ രോഷം നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടു. സെപ്റ്റംബർ 7 വരുന്ന ലേബർ ഡേ മുതലാണ് സാധാരണയായി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അമേരിക്കയിൽ ആരംഭിക്കുക. എന്നാൽ വിദേശത്ത് പരിഹരിക്കപ്പെടാത്ത സംഘർഷങ്ങളും അവയുടെ ആഭ്യന്തര സാമ്പത്തിക പ്രത്യാഘാതങ്ങളും കാരണം കോൺഗ്രസിലുള്ള തങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടേക്കാവുന്ന ആശങ്ക റിപ്പബ്ലിക്കന്മാർ നേരിടുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇറാൻ വിഷയത്തിലെ സ്തംഭനാവസ്ഥ രാഷ്ട്രീയ തിരിച്ചടിയാകുന്നു എന്നുള്ള വിലയിരുത്തൽ പൊതുവെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ആഴ്ചകളോളം നയതന്ത്രപരമായ പരിഹാരത്തിനായി ശ്രമിച്ചതിന് ശേഷം ടെഹ്റാനുമായുള്ള ചർച്ചകൾ ട്രംപ് റദ്ദാക്കുന്നു. മാസങ്ങളോളം നീണ്ട സൈനികാക്രമണങ്ങൾ ഉണ്ടായിട്ടും അമേരിക്ക ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് ഇറാനെ പ്രേരിപ്പിക്കാനാവുന്നില്ല. അങ്ങനെ തിരിച്ചടികളുടെ ഒരു പരമ്പര തന്നെ ട്രംപ് നേരിടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ സാമ്പത്തിക യുദ്ധം എന്ന പുതിയ നീക്കത്തിലേക്ക് ട്രംപ് കടക്കുകയാണ്. ഇനി വ്യോമാക്രമണങ്ങളും മറ്റു കാര്യങ്ങളും, അതായത് ആക്രമണം ഏതാണ്ട് പൂർണ്ണമായും നിർത്തി എന്ന് സ്കോട്ട് ബസന്റ് പ്രഖ്യാപിക്കുന്നത് ഇതിൻ്റെ പേരിലാണ്. അതിന് പകരം സാമ്പത്തികമായ ആക്രമണം നടത്തുക, സാമ്പത്തികമായി ഉപരോധമടക്കം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന പ്രധാന ലക്ഷ്യത്തിലേക്ക് അമേരിക്ക എത്തുകയാണ്. അത് സംശയമില്ല വല്ലാത്ത ഒരു പിന്നോട്ട് പോക്കാണ് എന്ന കാര്യത്തിൽ. കാരണം നമുക്കറിയാം, നേരത്തെ മുതൽ തന്നെ അമേരിക്കയുടെ ഒരുപാട് ഉപരോധങ്ങൾ നേരിടുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അവിടെ പണപ്പെരുപ്പം തുടരുന്നുണ്ട്, ഇന്ധനവില വർദ്ധിക്കുന്നുണ്ട്. അതൊക്കെ വല്ലാതെ ആ രാജ്യത്തെ ബാധിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം അമേരിക്കയിലും സമാനമായി തന്നെ പണപ്പെരുപ്പത്തിൽ വർധനവുണ്ടാകുന്നു, ഇന്ധനവിലയിൽ വലിയ വർധനവുണ്ടാകുന്നു. സമാധാനം ആഗ്രഹിക്കുന്ന അമേരിക്കൻസിൻ്റെ ജീവിതക്രമം മാറി മറിയുന്ന പലതരത്തിലുള്ള സംഭവവികാസങ്ങൾ ട്രംപിൻ്റെ ഈ കാലയളവിൽ ഉണ്ടാകുന്നു. അത് ട്രംപിൻ്റെ ജനപ്രീതിയിൽ സംശയമില്ല വലിയ ഇടിവുണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും പുതിയ അഭിപ്രായ വോട്ടെടുപ്പ് പ്രകാരം 33% അമേരിക്കക്കാർ മാത്രമാണ് ട്രംപിൻ്റെ പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നത് എന്നുള്ളതാണ്. സമാധാനം സ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സ്തംഭനാവസ്ഥയിലായത് വളരെ പ്രധാനപ്പെട്ട ട്രംപിൻ്റെ നീക്കങ്ങൾക്കുള്ള തിരിച്ചടിയായി വേണം കാണാൻ. കാരണം ഗാസ സമാധാന കരാർ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചർച്ചകളിൽ നിന്ന് ട്രംപിൻ്റെ മരുമകനും ചർച്ചാ പ്രതിനിധിയുമായ ജാരഡ് കുഷ്ണർ വെറും കൈയോടെ മടങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ദീർഘകാലമായി മുടികിടക്കുന്ന ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കാൻ കുഷ്ണറും ട്രംപിൻ്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും കീവിലേക്ക് നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സന്ദർശനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് പ്രധാനമാണ്. ഗാസയിലെ വെടിനിർത്തൽ, വെനസ്വേലൻ നേതാവിനെ പിടികൂടൽ തുടങ്ങിയ വിദേശ നയ നേട്ടങ്ങൾക്ക് ശേഷം ട്രംപിൻ്റെ പ്രവർത്തന ചരിത്രം ഇപ്പോൾ പ്രധാനമായും മുടികിടക്കുന്ന നയതന്ത്ര ശ്രമങ്ങളാൽ അടയാളപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയ പശ്ചാത്തലമാണ്. വാഷിംഗ്ടണിലെ സുരക്ഷിതമായ സമവായത്തെ വെല്ലുവിളിക്കാനും തകർക്കാനും ട്രംപിന് കഴിയുന്നു. എന്നാൽ ആ മാറ്റത്തെ അമേരിക്കക്കാർക്ക് പ്രയോജനകരമായ ഒരു നയതന്ത്ര തന്ത്രമാക്കി മാറ്റാൻ ട്രംപിന് സാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇറാനുമായുള്ള സംഘർഷം ട്രംപിന് ആഭ്യന്തര തലത്തിൽ വല്ലാത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്, സംശയമില്ല. ഇറാനുമായുള്ള സംഘർഷം വലിയ സമ്മർദ്ദം നൽകുന്നുണ്ടെന്നും ഇതെങ്ങനെ പരിഹരിക്കണമെന്ന കാര്യത്തിൽ വൈറ്റ് ഹൗസിനുള്ളിൽ ധാരണയില്ലെന്നുമാണ് ട്രംപിൻ്റെ പ്രധാനപ്പെട്ട വൈറ്റ് ഹൗസ് പ്രതിനിധികൾ പേരുകൾ വെളിപ്പെടുത്താതെ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളോടും വെളിപ്പെടുത്തുന്നത്. യുദ്ധം നീണ്ടു നിൽക്കുന്നത് നിക്ഷേപകർക്ക് വലിയ സമ്മർദ്ദമുണ്ടാക്കിയിട്ടുണ്ട് അമേരിക്കയിൽ. ഇത് അമേരിക്കയുടെ വായ്പാ ചെലവ് കൂട്ടുകയും ട്രംപിൻ്റെ ആഭ്യന്തര അജണ്ടകളെ കൂടുതൽ പരിമിതപ്പെടുത്തുകയും ചെയ്യുകയാണ്.
ആണവായുധം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവർക്കത് ലഭിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ സാമ്പത്തിക ചെലവുകൾ സഹിക്കുന്നത് അർത്ഥവത്താണെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ അമേരിക്കക്കാർ തങ്ങളുടെ സാമ്പത്തിക ചെലവുകൾ പുതുതായി വന്ന ഇന്ധനവില വർധനവുമായി ബന്ധപ്പെട്ടും പണപ്പെരുപ്പുമായി ബന്ധപ്പെട്ടും വിലക്കയറ്റവുമായൊക്കെ ബന്ധപ്പെട്ടും അത് നിങ്ങൾ സഹിക്കണമെന്നും അത് ഇറാനെ ആണവായുധങ്ങൾ കൈവശപ്പെടുത്തുന്ന പിന്നോട്ട് പോകാനുള്ള ചെലവായി നിങ്ങൾ സഹിക്കണമെന്നും മറ്റുമുള്ള വിചിത്രമായ ആവശ്യമാണ് ട്രംപ് ഉന്നയിക്കുന്നത്. അമേരിക്കയെ വീണ്ടും ബഹുമാനിക്കപ്പെടുന്ന രാജ്യമാക്കി മാറ്റാൻ പ്രസിഡന്റ് ട്രംപിന് കഴിഞ്ഞു എന്നൊക്കെയാണ് അവകാശവാദം. 9 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്നും അവകാശപ്പെടുന്നു. ഗാസയിൽ നിന്ന് ബന്ദികളെ മോചിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്നു. വ്യാപാര കരാറുകൾ കൂടുതൽ നീതിയുക്തമാക്കിയെന്ന് പറയുന്നു. ആണവായുധം അതിനൊപ്പമാണ് പറയുന്നത് ആണവായുധം സ്വന്തമാക്കുന്നതിൽ നിന്ന് ഇറാനെ തടയും എന്ന്. പക്ഷേ ഇതിനെയൊക്കെ വൈറ്റ് ഹൗസ് വക്താവ് അന്ന കെല്ലിയാണ് ഇത്തരം അവകാശവാദങ്ങൾ തുടർച്ചയായി ഉന്നയിക്കുന്നത്. പക്ഷേ ഇതിനെയൊക്കെ ജനം എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. അതിൻ്റെ പ്രതിഫലനമാണല്ലോ 33% അമേരിക്കക്കാർ മാത്രം. അതായത് 67% അമേരിക്കക്കാരും പ്രസിഡന്റ് ട്രംപിന് എതിരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കൻ ഉപരോധങ്ങളും ഇറാനിയൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയും അവരെ പൂർണ്ണമായി പാപ്പരാക്കുകയും ചെയ്തുവെന്ന് ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നുണ്ട്. വരും ആഴ്ചകളിൽ പ്രസിഡന്റ് കൂടുതലായി ശക്തമായി പ്രയോഗിക്കാവുന്ന പല മാർഗങ്ങൾ നിലവിലുണ്ട് എന്നും പറയുന്നു. പക്ഷേ ഈ പറയുന്നതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലായി നടപ്പിലാകും എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ പലതും വ്യക്തമാകുന്ന ഒരു കാര്യമായി. എന്താണെന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നില്ല. നമുക്കറിയാം ഉപരോധം ഒരുപക്ഷെ ഇറാനെ തകർത്തേക്കാം. പക്ഷേ അമേരിക്കയുടെ യുദ്ധവുമായി ബന്ധപ്പെട്ട ഇമ്മീഡിയറ്റ് ലക്ഷ്യങ്ങളുണ്ട്. അതൊന്നും കൃത്യമായി പരിഹരിക്കാൻ സാധിക്കുന്നില്ല. ഉദാഹരണമായി ഹോർമുസിൻ്റെ നിയന്ത്രണം അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. പക്ഷെ അത് കിട്ടുന്നില്ല. ആണവായുധം ഇറാൻ്റെ ഇല്ലാതാക്കുക എന്ന ആവശ്യം അത് നടക്കുന്നില്ല. ഒപ്പം ഇറാൻ്റെ കൈവശമുള്ള യുറേനിയം കൈവശപ്പെടുത്തുക എന്നുള്ള ആവശ്യം നടക്കുന്നില്ല. ഇറാൻ്റെ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നുള്ള ആവശ്യം അത് നടപ്പിലാകുന്നില്ല. ഇതൊക്കെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വമ്പൻ പരാജയമാണ്, സംശയമില്ല. US സഖ്യകക്ഷികൾ ഉൾപ്പെടെ അമേരിക്കയുടെ സാമ്പത്തിക സൈനിക ശക്തിയെ ആശ്രയിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കുന്നതിന് ഉള്ള പരമ്പരാഗത നയതന്ത്ര മാനദണ്ഡങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. എന്നാൽ ഈ ശൈലി പക്ഷേ ട്രംപിൻ്റെ കാലമായപ്പോഴേക്കും ഒരുപാട് മാറുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. പല ചർച്ചകളിലേക്കും പല ആളുകളെയും കൊണ്ടുവന്നിട്ടും ആ ചർച്ചകളൊന്നും വിജയിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട അതിലൊന്നാണ് യുക്രൈൻ റഷ്യ യുദ്ധം. ട്രംപ് പല ശ്രമം നടത്തിയിട്ടും യൂറോപ്പിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗാസ സമാധാന പദ്ധതിയിൽ ആവിഷ്കരിക്കുന്നതിൽ ഇസ്രായേൽ എതിർ നിന്നോടുകൂടി അതായത് ട്രംപിൻ്റെ ഏറ്റവും അടുത്ത ആളായ നെതന്യാഹു എതിർ നിന്നോടുകൂടി ആ സമാധാന പദ്ധതി ഇപ്പോൾ ഇല്ലാത്ത അവസ്ഥയിലാണ്. ഇന്നും ആക്രമണം നടക്കുകയാണ് ഗാസയിൽ. ആയിരക്കണക്കിന് സാധാരണക്കാർ ഇതിനകം കൊല്ലപ്പെട്ട പശ്ചാത്തലം കൂടിയുണ്ട്. ലെബനനിലും ഇസ്രായേൽ ആക്രമണം നടത്തുന്നു. ലെബനൻ ആക്രമിക്കരുത് എന്ന് ഇസ്രായേലിനോട് അമേരിക്ക ആവശ്യപ്പെടുന്നു, ട്രംപ് ആവശ്യപ്പെടുന്നു. പക്ഷെ നടപ്പിലാകുന്നില്ല. അങ്ങനെ ആകെപ്പാടെ വല്ലാത്ത തരത്തിൽ ചക്രവ്യൂഹത്തിൽപ്പെട്ട ഒരു പ്രസിഡന്റായി ട്രംപ് മാറുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിനെ ട്രംപ് ഫേസ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഇതിനൊക്കെ അദ്ദേഹം ഉത്തരം പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. എത്ര നാൾ റിപ്പബ്ലിക്കന്മാർക്ക് ട്രംപിനെ ചുമന്നുകൊണ്ട് നടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും നമുക്കറിയാം ചൈന അതിശക്തമായി ലോകത്ത് വളരുന്നു, ട്രംപിനെയും അമേരിക്കയെയും വെല്ലുവിളിച്ചുകൊണ്ട് പല വിധത്തിൽ. അവർ യുദ്ധമൊന്നും ആഗ്രഹിക്കുന്നില്ല, സമാധാനത്തോടുകൂടി സൈലൻ്റായി അവരുടെ സാമ്പത്തിക ബലം വർദ്ധിപ്പിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രമായ അമേരിക്കയുടെ പ്രസിഡന്റ് ഇത്തരത്തിൽ രാജ്യത്തിന് പോലും കടം വരുത്തുന്ന വിധത്തിൽ ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അത് വല്ലാത്ത തോതിൽ പരാജയപ്പെടുകയും ചെയ്യുന്നത് അഭിമാനികളായ അമേരിക്കൻ പൗരന്മാർക്ക്. നമുക്കറിയാം അമേരിക്കക്കാർ വളരെ അഭിമാനികളാണ്. അവർ തങ്ങളുടെ ഭരണാധികാരികളെ ശക്തരായി കാണുന്നു, മാന്യന്മാരായി കാണുന്നു. ഒപ്പം അവരുടെ പ്രവർത്തനങ്ങളെ അഭിമാനത്തോടെ നോക്കിക്കാണുന്നവരാണ്. പക്ഷേ ഇപ്പോൾ ട്രംപിൻ്റെ പല പ്രവർത്തനങ്ങളും തുടർച്ചയായി പരാജയപ്പെടുമ്പോൾ ഈ ഭരണാധികാരിയെ ഇനി എത്ര നാൾ ഇവർ അംഗീകരിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.